അസ്സലാമു അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വലിയ പർദ്ദ എങ്ങനെയാണ് ഒരു കുട്ടിപ്പർദ്ദയാക്കി മാറ്റാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ 54 സൈസിലൊരു പർദ്ദയാണിത്. ഇത് 5 വയസ്സായ കുട്ടിക്ക് ചെറിയൊരു പർദ്ദയാക്കി മാറ്റണം. അതെങ്ങനെയെന്നും ഈ പർദ്ദ നമ്മൾ ഇങ്ങനെ ബാക്ക് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിനങ്ങനെ രണ്ടാക്കി മടക്കുക. ഇങ്ങനെ രണ്ടാക്കി മടക്കി നിവർത്തി വെക്കുക. ഇനി ഈ ചെറിയ പർദ്ദ അതുപോലെ മടക്കുക. മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചെടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും മടക്കുള്ള ഭാഗം നമ്മളെ സൈഡിലേക്കാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ അളവിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ അടിഭാഗത്തും മാർക്ക് ചെയ്യാം. എത്രയാണോ തുമ്പ് 1 ഇഞ്ച്, തുമ്പ് എത്രയാണ് വേണ്ടത് അതിൽ മാർക്ക് ചെയ്ത് പോവുക. 1 ഇഞ്ച്. ഞാനിപ്പോൾ 1 ഇഞ്ചിലാണ് തുമ്പ് മാർക്ക് ചെയ്ത് പോകുന്നത്. അതുപോലെ അടിഭാഗത്തും 1 ഇഞ്ച്. ഇനി ഷോൾഡർ ഭാഗം ഒരു 1/2 ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. ഇനി ഈ കൈ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഷോൾഡർ അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇനി ഈ പർദ്ദ അതിൻ്റെ മുകളിൽ നിർത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിന് ഷോൾഡർ കട്ട് ചെയ്ത് ഈ അടിഭാഗം ഇനി ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇനി നമുക്ക് കൈ ഇങ്ങനെ അടയാളപ്പെടുത്താൻ നോക്കാം. അതിനു വേണ്ടി കൈയിൻ്റെ നീളം എടുക്കുക. ഇത് 15 ഇഞ്ചാണ് നീളം. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ പോവും. അതുപോലെ ഇവിടെ അലാസ്റ്റിക് ഇടണം. അതിനൊരു 1 ഇഞ്ച് പോവും. അപ്പോൾ 16.5 ഇഞ്ച് എടുക്കുക. 16.5. അത് ഇതും എടുത്ത് കൊടുക്കുക. 16.5 ഇഞ്ച്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പർദ്ദ എടുത്തിട്ട് അതിൻ്റെ ആംഹോൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ കൈയിൻ്റെ നീളം അടയാളപ്പെടുത്തിയ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ അടയാളപ്പെടുത്തുക. കൈയിൻ്റെ വണ്ണം 5 ഇഞ്ചാണ്. അത് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ ടൈറ്റ് വരും. അപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഇത് വന്ന് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക.
ഒരു കട്ടിങ് കഴിഞ്ഞു. ഇനി കഴുത്ത് റെഡിയാക്കാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് പേപ്പർ ക്യാൻവാസാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പേപ്പർ ക്യാൻവാസിൽ കഴുത്ത് ആദ്യം അകലം 2 ഇഞ്ച്, അകലം അടയാളപ്പെടുത്തി. അതുപോലെ ഇറക്കം 4 ഇഞ്ച്, അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ചും അടയാളപ്പെടുത്തി. കഴുത്തിലൂടെ ചെറിയ കുട്ടികളുടെ പർദ്ദ കഴുത്തിലൂടെ ഇടാൻ പ്രയാസമായിരിക്കും കഴുത്ത്, അപ്പോൾ അതിനാണ് ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓപ്പണ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ മുകളിൽ എടുത്ത 2 ഇഞ്ച് ഇവിടെ എടുക്കുക. ഇനി ഇതിങ്ങനെ എടുക്കുക. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തുനിന്ന് ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ആലില മോഡൽ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കുക. ഇനി ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച്, അങ്ങനെ ഓരോ ഇഞ്ച് ഇങ്ങനെ അടയാളിട്ട് പോവുക. ഇവിടെ എത്തുമ്പോൾ 2 ഇഞ്ച്, ഈ കോർണറിൽ ഇവിടെ എത്തുമ്പോൾ 2 ഇഞ്ച്, അതുപോലെ ഇവിടെയൊക്കെ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൽ കൂടെ ഇങ്ങനെ അടിഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗം ഒന്നും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഒരു മടക്ക് കൊടുക്കുക. ഇതിങ്ങനെ പതിച്ച് അതിൻ്റെ ഹാഫ് സൈഡ് ഈ ഭാഗത്തേക്കും പതിഞ്ഞിട്ടുണ്ടാകും. ഇത് ആ പതിഞ്ഞ ഭാഗത്തു കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കഴുത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് ഒരു പീസിൽ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് നമ്മൾ ഇതിൻ്റെ പശയുള്ള ഭാഗം ഉണ്ട്, ഒരു പശ ഇല്ലാത്ത ഭാഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശയുള്ള ഭാഗം അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്ഥിരപ്പെട്ടി എടുത്തിട്ട് ഇങ്ങനെ സ്ഥിരിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ പീസിൽ ഇങ്ങനെ ഒട്ടിയിട്ട് വരും. ആ കട്ടിങ്ങും ക്യാൻവാസ് ഒട്ടിക്കലും ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.